പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ ആഴ്ച ഞാൻ മർക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം 53 മുതൽ 61 വാക്യം വരെ ഞാനൊരു ചെറിയൊരു മെസ്സേജ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അയച്ചായിരുന്നു. ഇന്ന് അതേ മെസ്സേജിൻ്റെ ഇച്ചിരിയും കൂടെ ബാക്കിയും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യം 62 വാക്യത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. 62 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, 61 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മഹാപുരോഹിതൻ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നീ മശീഹ ആണോ, നീ ദൈവപുത്രനാണോ? അപ്പം 62 വാക്യത്തിൽ യേശു പറയുന്നത്, അതെ ഞാൻ മശിയാഹാണ്. എന്നിട്ട് പറയുന്നൊരു കാര്യം, നിങ്ങൾ പുത്രനെ മനുഷ്യപുത്രൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് വരുന്നത്, മേഘങ്ങളുടെ നടുവിൽ സ്വർഗത്തിൽ നിന്ന് വരുന്നത് നിങ്ങൾ കാണും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഉത്തരം യേശു കൊടുക്കുമ്പോൾ എന്നെ ചിന്തിപ്പിക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ, അവിടെ അവർ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, നീ ദൈവപുത്രനാണോ? അത്രയും മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ യേശു അതെ ഞാൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ് അതങ്ങ് നിർത്തിയാൽ മതി, അത്രയും പറയേണ്ട ആവശ്യമേ ഉള്ളായിരുന്നു. പക്ഷെ അവിടെ കർത്താവ് യേശു ചേർത്ത് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് അല്ലേ. നിങ്ങൾ മനുഷ്യപുത്രൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് സ്വർഗത്തിൽ നിന്ന് വരുന്നത് നിങ്ങൾ കാണും എന്ന് പറയുമ്പം കുറച്ചുകൂടെ ആഡ് ചെയ്തു. അപ്പം ഈ ഒരു എക്സ്ട്രാ എന്ന് പറയത്തില്ല, ആ ഒരു അഡീഷണൽ സെൻറ്റൻസ് കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവാം യേശുവിൻ്റെ മനസ്സിൽ എന്തായിരുന്നായിരിക്കാം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചിന്തിപ്പിക്കാനും ഞാൻ ദൈവത്തോട് ചോദിക്കാനും ദൈവം എന്നോട് സംസാരിക്കാനൊക്കെ ഇടയായ ഒരു കാര്യം. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഈ ബൈബിളിനകത്ത് താഴെയൊന്നും എഴുതിയിട്ടില്ലെങ്കിലും ഇത് എൻ്റെ ഒരു ദൈവം എനിക്ക് തന്ന ഒരു ആലോചനയാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് ഞാൻ ഈ സെൻറ്റൻസ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എൻ്റെ കർത്താവാം യേശുവിന് തൻ്റെ പിതാവിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. തൻ്റെ കോൺഫിഡൻസ് മൊത്തം തൻ്റെ പിതാവാം ദൈവത്തിലായിരുന്നു. അത് എന്ന് പറഞ്ഞാൽ എന്നെ അയച്ചത് ആരാണെന്നും ഞാൻ ആരാണെന്നും ഒക്കെ ഉള്ള ഉത്തമ ബോധ്യം നമ്മുടെ യേശു ക്രിസ്തുവിനുണ്ടായിരുന്നു. ഇറ്റ് ഷോസ് ദ കോൺഫിഡൻസ് ഓഫ് ജീസസ്. രണ്ടാമത്തെ കാര്യം കാണിക്കുന്നത് യേശുവിന് തൻ്റെ പുത്രത്വത്തെക്കുറിച്ചൊരു ഭയങ്കര ഒരു അഭിമാനമുണ്ടായിരുന്നു. ഹി വാസ് പ്രൗഡ് ഓഫ് ഹിസ് സൺഷിപ്പ്. ഞാൻ ആരുടെ പുത്രനാണ്, എൻ്റെ പിതാവ് ആരാണെന്നുള്ള വിഷയത്തിൽ, ആ ഒരു കാര്യത്തിൽ യേശുവിന് ഭയങ്കര ഒരു അഭിമാനമുണ്ടായിരുന്നു അല്ലേ. അപ്പം മൂന്നാമത്തെ കാര്യം എനിക്ക് മനസ്സിലായത്, കർത്താവ് യേശുവിന് തൻ്റെ വിളിയെക്കുറിച്ചൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. തൻ്റെ വിളി എന്തായിരുന്നെന്നും തന്നെ വിളിച്ചത് ആരാണെന്നും എന്തിനു വേണ്ടിയാണ് പിതാവാം ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത്, എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണ്, എൻ്റെ വിളി എന്താണെന്ന് വ്യക്തമായ അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തതയും ഒരു വ്യക്തമായ ഒരു കോൺഫിഡൻസും കർത്താവാം യേശുവിന് തൻ്റെ വിളിയെക്കുറിച്ച് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം, യേശുവിന് നമ്മൾ വായിക്കുന്നുണ്ട്, ഇതിന് മേളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യർ പല കാര്യങ്ങൾ യേശുവിനെക്കുറിച്ച് സംസാരിച്ചു, കള്ളസാക്ഷ്യങ്ങൾ പറഞ്ഞു, പല കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കി, പല കാര്യങ്ങളും ഉണ്ടാക്കിയപ്പോൾ കർത്താവ് പറയുന്നത്, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല, മനുഷ്യൻ എന്ത് പറയുന്നു, ഐ എം നോട്ട് ബോതേഡ് അബൌട്ട് വാട്ട് പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് മീ. യേശുവിന് അതൊന്നും കർത്താവിന് അതൊന്നും കാര്യമല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മളവിടെ വായിക്കുന്നത്, ഇവരെല്ലാം സംസാരിക്കുമ്പോൾ യേശു മൗനമായിട്ടിരിക്കും, യേശു ഒന്നിനും ഉത്തരം കൊടുക്കാൻ പോകുന്നില്ല. അത് യേശു വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, എനിക്ക് ഈ മനുഷ്യർ സംസാരിക്കുന്ന കാര്യം വലിയ വിഷയമൊന്നുമല്ല, എൻ്റെ വിഷയം വന്ന് എൻ്റെ പിതാവ് എന്നെ എന്തുദ്ദേശത്തോടാണ് ഇവിടെ അയച്ചേക്കുന്നത്, ഈ ഭൂമിയിലേക്ക് അയച്ചേക്കുന്നത്, ആ ഉദ്ദേശം പൂർത്തീകരിക്കണം, ആ ഉദ്ദേശം ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇത് മാത്രമായിരുന്നു യേശുവിൻ്റെ ചിന്ത. ഞാൻ ഇച്ചിയുടെ എൻ്റെ ലാംഗ്വേജിൽ ഞാൻ പറയുവാണെങ്കിൽ ഞാൻ പറയും, യേശുവിൻ്റെ കാര്യം എന്തുവാണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് മനുഷ്യനെ പ്രസാദിപ്പിക്കാനും മനുഷ്യന് പ്രിയമുള്ള രീതിയിൽ ജീവിതം നയിക്കാനൊന്നും അല്ല. എൻ്റെ ഇവിടെ ഉള്ള ഉദ്ദേശം, എൻ്റെ ഏക കൺസേൺ വന്ന് എൻ്റെ പിതാവാം ദൈവത്തെ, പിതാവ് എനിക്ക് തന്നിരിക്കുന്ന ഉദ്ദേശത്തെ പൂർത്തീകരിച്ച് എൻ്റെ പിതാവാം ദൈവത്തെ എനിക്ക് പ്രീതിപ്പെടുത്തണം, പ്രസാദിപ്പിക്കണം. അത് മാത്രമായിരുന്നു യേശുവിൻ്റെ ഏക ലക്ഷ്യം.
5-ാം കാര്യം വന്ന് യേശുവിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം യേശുവിന് വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു. ഇന്ന് ഞാൻ കേൾക്കുന്ന ഈ അപവാദങ്ങളും ഈ കള്ളസാക്ഷ്യങ്ങളും, ഇല്ല ഞാൻ ഇപ്പം മുന്നോട്ട് കടന്നു പോകാൻ പോകുന്ന വേദനകളും പ്രയാസങ്ങളും കുരിശുമരണമെല്ലാം അല്പസമയം, വളരെ അല്പസമയത്തേക്കേ ഉള്ളൂ. ഇത് ദീർഘദിവസം ഇല്ല ദീർഘസമയമൊന്നും നീണ്ടു നിൽക്കത്തില്ല. ഇതെല്ലാം അല്പസമയത്തേക്കേ ഉള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസും ഒരു അറിവും യേശുവിനുണ്ടായിരുന്നു. 6-ാമത്തെ കാര്യം, യേശു ക്രിസ്തുവിന് ഒന്നറിയായിരുന്നു, ഇന്ന് ഞാൻ കാണുന്ന അപമാനവും പരിഹാസവും ഒക്കെ ഇതെല്ലാം കഴിയുമ്പോൾ എൻ്റെ പിതാവാം ദൈവം എന്നെ മഹത്വപ്പെടുത്തുന്ന ഒരു ദിവസം എൻ്റെ മുന്നിലുണ്ട്. ഇന്ന് എനിക്ക് അപമാനവും ക്രൂശുമരണമാണെങ്കിൽ നാളെ എനിക്കൊരു ദൈവത്താൽ എൻ്റെ പിതാവാം ദൈവം എന്നെ മഹത്വപ്പെടുത്തുന്ന ഇല്ലേ, എൻ്റെ പിതാവാം ദൈവത്തിൽ ഉള്ള മഹത്വം, തന്നിലുള്ള മഹത്വം എന്നിൽ വെളിപ്പെടുത്തുന്നതും എന്നിലൂടെ വെളിപ്പെടുത്തുന്നതുമായ ഒരു ദിവസം നിശ്ചയമായിട്ടും ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് യേശുവിനുണ്ടായിരുന്നു. ആ 7-ാമത്തെ കാര്യം യേശുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഈ മനുഷ്യരെല്ലാം എന്താ പറയുക, അപവാദവും കള്ളസാക്ഷ്യവും പരിഹാസവും എന്നെക്കുറിച്ച് പറയുന്നതെല്ലാം നുണയാണ്, ഞാൻ എന്തല്ലയോ അതാണ് ഈ ആൾക്കാർ ഇവിടെ എന്നെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ സ്വർഗത്തിലെ ദൈവം നാളെ ഒരു ദിവസം ഞാൻ എന്താണെന്നും എൻ്റെ നീതി എന്താണെന്നും ഞാൻ ആരാണെന്നും എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇതേ മനുഷ്യരുടെ മുന്നിൽ വെളിപ്പെടുത്തുന്ന പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ദിവസം നിശ്ചയമായിട്ടും എൻ്റെ മുന്നിലുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് യേശുവിനുണ്ടായിരുന്നു. ദൈവമക്കളെ, നമ്മളും ഇതേപോലെ ആയിരിക്കണം കേട്ടോ. നമ്മൾ ചിലപ്പം ഇന്ന് ഞാനിത് സംസാരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കും പലർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും പരിഹാസവും നിന്ദയും നമ്മളെക്കുറിച്ച് കള്ളസാക്ഷ്യങ്ങളും നമ്മൾ അല്ലാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് ജനം പ്രോജക്റ്റ് ചെയ്യുന്നു, നമ്മുടെ വിശ്വാസത്തിനെതിരെ ചോദ്യങ്ങൾ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അതിൻ്റെ നടുവിൽ അവരോട് സംസാരിച്ച് നമ്മുടെ സമയം കളയാനല്ല അവിടെ മൗനമായിരിക്കുക. എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മൗനത എപ്പോഴും വിളിച്ചു പറയുന്നത് ഇതാണ്, ഞാൻ എൻ്റെ വിളിയെക്കുറിച്ച് ഇല്ലെങ്കിൽ ഞാൻ ആരുടെ മകനാണോ മകളാണോ, ഞാൻ സർവശക്തനാം യേശുവാണ് എനിക്ക് തൻ്റെ പുത്രത്വത്തെ എന്നിലേക്ക് പകർന്നിരിക്കുന്നത്. ആ പുത്രത്വത്തെക്കുറിച്ചും ആ പിതാവാം ദൈവത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ച് നമുക്കൊരു അഭിമാനമുണ്ടായിരിക്കണം. 2-ാമത്തത് വന്ന് നമ്മുടെ വിളിയെക്കുറിച്ചൊരു നല്ല കോൺഫിഡൻസ് നമുക്കുണ്ടാവണം. നമ്മുടെ വിളി ഇതാണ്, എൻ്റെ വിളി ഇതാണ്. മനുഷ്യരെന്ത് പറഞ്ഞാലും എൻ്റെ വിളിയെ മാറ്റാൻ പറ്റത്തില്ല. വിളി ദൈവമാണ് തന്നതെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാകണം. 3-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെക്കുറിച്ച് ജനം എന്തൊക്കെ പറയുമ്പോഴും പരിഹാസം അപമാനമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒന്നറിയണം, എന്താണ്, ഞാൻ ഈ മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല ഞാൻ ഈ ഭൂമിയിലേക്ക് ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് തൻ്റെ ഉദ്ദേശത്തിലാക്കിയത്. എന്നെ ദൈവം ഈ ദൈവിക വിളിയിലേക്കും ദൈവിക ഉദ്ദേശത്തിലേക്കും ഒരു ഉദ്ദേശം വെച്ച് എന്നെക്കുറിച്ചൊരു ഉദ്ദേശത്തോടെ ദൈവം എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ്. മനുഷ്യരെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമ്മൾ നിന്നാൽ നമുക്ക് ദൈവത്തെ ഒരിക്കലും പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. 4-ാമത്തെ ഞാൻ പിന്നെ പറഞ്ഞത്, നമ്മൾ പ്രതികൂലങ്ങളും പ്രയാസങ്ങളുടെ ഒക്കെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പ്രയാസവും പ്രതികൂലവും ഈ അവമാനമൊക്കെ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ കേട്ടോ. ദീർഘസമയമൊന്നും ഇത് നീണ്ടു നിൽക്കത്തില്ല, കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പീരീഡ് കഴിയുമ്പോൾ നിങ്ങളെ മഹത്വപ്പെടുത്തുന്ന നിങ്ങളുടെ കർത്താവാം യേശുവിൻ്റെ മഹത്വം നിങ്ങളിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസം നിശ്ചയമായിട്ടും നിങ്ങളുടെ മുന്നിലുണ്ട്. അവസാനം ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങളെല്ലാവരും ചിന്തിക്കണം. ഇന്ന് മനുഷ്യർ നമ്മളെക്കുറിച്ച് അനാവശ്യ കാര്യങ്ങൾ പറയുന്നുണ്ടോ, നമ്മളെ അവമാനിപ്പിക്കുന്ന മറ്റുള്ളവരുടെ മുന്നേ നമ്മളെ അവഗണിക്കുകയും